ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കസാക്കിസ്ഥാൻ ട്രാവൽ വ്ളോഗിൻ്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആയിട്ടാണ്. ഇതുവരെയുള്ള വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമ്മളിനി സദി വില്ലേജിൽ നിന്ന് അൽമാത്തിയിലേക്ക് തിരിച്ച് പോവുകയാണ്. പോകുന്ന വഴിക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാനായിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഫുഡ് നമ്മൾ നേരത്തെ കരുതിയിട്ട് വേണം പോകണമെന്ന് നമ്മളോട് ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ആ ഒരു വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ താമസിച്ചിരുന്ന ആ ഒരു വില്ലേജിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്രയാണ് ഇനി പോകുന്ന സ്ഥലങ്ങളിലേക്കുള്ളത്. നമ്മൾ ബ്ലാക്ക് ക്യാനിയോണും മൂൺ ക്യാനിയോണും ചാരൻ ക്യാനിയോണും കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് മൂന്നും അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇത് മൂന്നും കവർ ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ച് അൽമാത്തിയിലേക്ക് പോകുന്നത്. ആദ്യം നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ബ്ലാക്ക് ക്യാനിയോൺ കാണാൻ വേണ്ടിയിട്ടാണ്. കറുത്ത ഒരു ഭൂപ്രകൃതി ആയതുകൊണ്ടാവാം ഇതിന് ബ്ലാക്ക് ക്യാനിയോൺ എന്ന പേര് വന്നിട്ടുള്ളത്. ആ താഴെ കാണുന്നത് ചാരൻ റിവറാണ്. ഈ 3 ക്യാനിയോണിലും ഏറ്റവും ആഴം കൂടിയ ക്യാനിയോൺ ഈ ബ്ലാക്ക് ക്യാനിയോൺ തന്നെയാണ്. അധിക സമയമൊന്നും നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തില്ല. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോയത് മൂൺ ക്യാനിയോൺ കാണാൻ വേണ്ടിയിട്ടാണ്. In reaction with the sun, it turns black. Behind these mountains is the border with China, about 100 kilometers away. The Charen River flows at the bottom of the Black Canyon, which originates from China. The length of the Charen River is 427 kilometers. മൂൺ ക്യാനിയോണിന് യെല്ലോ ക്യാനിയോൺ എന്നും പേരുണ്ട്. ബ്ലാക്ക് ക്യാനിയോണിലൊരു കറുത്ത മണ്ണാണെങ്കിൽ ഇവിടെ ഒരു മഞ്ഞ നിറത്തിലുള്ളൊരു മണ്ണാണ്. അവിടെയും നമ്മൾ ഒരുപാട് നേരം ഒന്നും നിന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ചാരൻ ക്യാനിയോൺ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ചാരൻ ക്യാനിയോണിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ചൈനയുടെ ബോർഡറിലേക്ക് അധികം ദൂരമൊന്നുമില്ല. രണ്ടര കിലോമീറ്റർ പോയാൽ മാത്രമേ നമുക്ക് ചാരൻ റിവർ കാണാനായിട്ട് പറ്റുള്ളൂ. അങ്ങോട്ടേക്ക് വേണമെങ്കിൽ നമുക്ക് നടന്ന് പോകാം, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ചെറിയ ബസ്സുകളുണ്ട്. അപ്പോൾ അങ്ങനെ ബസ്സിൽ പോകാനാണെങ്കിൽ നമുക്ക് പ്രത്യേകം പേ ചെയ്യേണ്ടി വരും. US അരിസോണയിലെ ഗ്രാൻഡ് ക്യാനിയോണിൻ്റെ ചെറിയൊരു പതിപ്പാണ് ഈ ചാരൻ ക്യാനിയോൺ.
ഏകദേശം ഒരു 1.5 കിലോമീറ്ററൊക്കെ ആയപ്പോൾ തന്നെ എല്ലാവരും നല്ലതുപോലെ ടയേർഡായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നന്നായിട്ട് വിശക്കാനായിട്ടും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കയ്യിൽ ഫുഡും വെള്ളമൊക്കെ കരുതിയിട്ടായിരുന്നു ഇറങ്ങിയിരുന്നത്. പോകുന്ന വഴിയിലൊക്കെ ഇതുപോലെ ചെറിയ റെസ്റ്റ് റൂംസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മളവിടെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ അൽമാത്തിയിലേക്ക് തന്നെ നേരെ തിരിച്ചു പോവുകയാണ്. അവിടെ എത്തിയപ്പോൾ രാത്രിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് അൽമാത്തിയിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് അൻസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും ദിവസം നമ്മൾ കസാഖിസ്ഥാനിലെ ലോക്കൽ ഫുഡ്സൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളിന്ന് നമുക്ക് കുറച്ച് ഇന്ത്യൻ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. കുറച്ച് എക്സ്പെൻസീവാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ ഫുഡ് പോലെയൊന്നും എന്തായാലും വരില്ല. ആ ഒരു ടേസ്റ്റ് എന്തായാലും കറക്റ്റ് നമുക്ക് അവിടെ കിട്ടില്ല. ഈ ഒരു രാജ്യങ്ങളിലേക്ക് ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ ഒരു ചായയാണ്. അപ്പോൾ ചായ കുടിക്കാതെ നമുക്ക് അധികം ദിവസമൊന്നും പിടിച്ചിരിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലും ചായ ഓർഡർ ചെയ്തിട്ടും ആ സെയിം ചായ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. കട്ടൻ ചായയിൽ പാലൊഴിച്ചിട്ട് ഉള്ള ചായ. പക്ഷേ അത് നമ്മുടെ ചായയുടെ ഒരു എഫക്റ്റ് എന്തായാലും ആ ചായക്ക് കിട്ടില്ല. ഇനിയൊരു 2 ദിവസം കൂടി നമ്മൾ കസാഖിസ്ഥാനിലുള്ളൂ. നമ്മൾ ആദ്യം സ്റ്റേ ചെയ്തിരുന്ന ആ അപ്പാർട്ട്മെൻറ്റിൽ തന്നെയായിരുന്നു ബാക്കി ദിവസങ്ങളിലും നിന്നിട്ടുണ്ടായിരുന്നത്. അടുത്ത ദിവസം രാവിലെ നമ്മൾ സെൻട്രൽ സ്റ്റേറ്റ് മ്യൂസിയം കാണാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അൻസിലിൻ്റെ ലിസ്റ്റിൽ സൂ ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് വീണ്ടും ഇനി സൂവിലൊക്കെ കാണാനായിട്ട് പോകാനായിട്ട് താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ സൂ ഒക്കെ കട്ട് ചെയ്യാനുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കോക്തോബിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അവിടെ പോയപ്പോൾ അന്ന് ഫോഗ് ആയിരുന്നതുകൊണ്ട് ഇന്നത്തെ ദിവസമാണ് നമ്മൾ കോക്തോബ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ മ്യൂസിയം കസാഖിസ്ഥാനിലെ അൽമാത്തിയിലെ ഏറ്റവും വലിയ മ്യൂസിയവും അതുപോലെ സെൻട്രൽ ഏഷ്യയിലെ വലിയ മ്യൂസിയങ്ങളിലൊന്നുമാണ്. 1931 സ്ഥാപിച്ചത്. ആദ്യം ഇത് സ്ഥാപിതമായ സമയത്ത് അൽമാത്തി കത്തീഡ്രലായിരുന്നു. പിന്നീട് 1985 ആധുനിക സൗകര്യങ്ങളിലേക്ക് മാറ്റിയത്. അൽമാട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട ലാൻഡ്മാർക്കാണിത്. കസാഖിസ്ഥാനിലെ ചരിത്രപരമായിട്ടുള്ളതും അതുപോലെ ആർക്കിയോളജിക്കലായിട്ടുള്ള ഒരുപാട് കളക്ഷൻ ഈ മ്യൂസിയത്തിലുണ്ട്.
നമ്മൾ കോക്ടോബിൽ എത്തിയപ്പോഴാണ്. ഇനി കോക്ടോബിൽ കൂടെ കേബിൾ കാറിൽ കൂടെ മുകളിൽ പോയിട്ട് അവിടുത്തെ വ്യൂ ഫുള്ള് കാണാം, കുറേ റൈഡ്സും ഒക്കെ ഉള്ള. കസാഖിസ്ഥാനിലെ ഏറ്റവും വലിയ നഗരമായിട്ടുള്ള അൽമാറ്റിയിലെ ഒരു മൗണ്ടനാണ് കോക്ടോബ്. ഈ മൗണ്ടൻ്റെ മുകളിലാണ് കോക്ടോബ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അൽമാറ്റിയിലെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണിത്. ഈ മൗണ്ടനിലേക്ക് നമ്മൾ കയറുന്നത് കേബിൾ കാർ വഴിയാണ്. 5000 ഒക്കെയാണ് മേലേക്ക് കയറുന്നതിനും അതുപോലെ തിരിച്ച് താഴേക്ക് ഇറങ്ങുന്നതിനും കൂടിയായിട്ടുള്ള ടിക്കറ്റിന് കോസ്റ്റ് വരുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പലതരം റൈഡ്സും ഗെയിംസും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അൽമാറ്റി സിറ്റിയുടെ നല്ലൊരു വ്യൂ നമുക്ക് അവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. നല്ല തണുപ്പുള്ളൊരു സ്ഥലമാണ്. ഞങ്ങൾ കോക്ടോബിൽ ചെന്നിറങ്ങുമ്പോൾ ചെറുതായിട്ട് മഴ പെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മഴയും കൂടെ പെയ്തപ്പോൾ നല്ല തണുപ്പായി. കുട്ടികൾക്കുള്ളതുപോലെ തന്നെ വലിയ ആൾക്കാർക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. നമ്മളും റൈഡ്സിലൊക്കെ കയറുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്നത് കുറേ സുവനീർ ഷോപ്സുകളാണ്. ഗിഫ്റ്റ്സൊക്കെ വാങ്ങാനായിട്ട് ഒരുപാട് ഷോപ്സ് അവിടെ ഉണ്ട്. പിന്നെ ഉള്ളത് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു സൂ പോലെ ഉണ്ടായിരുന്നു, കുറച്ച് ബേർഡ്സൊക്കെ ആയിട്ട്. ഇത്രയൊക്കെയാണ് നമ്മൾ കോക്ടോബിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. കോക്ടോബിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. ലഞ്ചിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ നമ്മുടെ മന്തി ആണ് ട്രൈ ചെയ്തത്. ഏകദേശം നമ്മുടെ മന്തിയൊക്കെ പോലത്തെ ഒരു റൈസും ചിക്കൻ ഗ്രില്ല് ചെയ്തതൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടുത്തെ ഒരു മാളിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഡിന്നർ നമുക്ക് റൂമിൽ തന്നെ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കുറച്ച് സ്പൈസസും അതുപോലെ ചിക്കനും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മാളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഇത് കുതിരപ്പാലാണ്, കുടിച്ചോക്കാം. ടേസ്റ്റ് ഉണ്ട്, അതായത് തൈര് പോലെ ഉണ്ട്. അവിടെ വെച്ചിട്ട് നമ്മൾ കുതിരപ്പാലൊന്ന് ട്രൈ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അത് കുതിരപ്പാൽ വെച്ചിട്ടുണ്ടാക്കുന്നൊരു മോരാണ്. മോരിൻ്റെ ടേസ്റ്റായിരുന്നു, ചെറിയ പുളി ഉണ്ടായിരുന്നു. നമുക്കധികം ഇഷ്ടപ്പെടാത്തൊരു ടേസ്റ്റായിരുന്നു. ഒരു ഗ്ലാസ് കംപ്ലീറ്റ് ഒന്നും നമുക്ക് കുടിച്ച് തീർക്കാൻ പറ്റില്ല. ശരിക്കൊരു വല്ലാത്തൊരു മണവും ടേസ്റ്റും ഒക്കെ ആയിരുന്നു അതിന്. നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ കിച്ചണിലേക്ക് വേണ്ട അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മളവിടെ തന്നെ
ഫുഡൊക്കെ ഉണ്ടാക്കി. ചിക്കൻ ഗ്രില്ലാണ് ചെയ്തത്. അതുപോലെ കുറച്ച് ബ്രെഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതായിരുന്നു നമ്മുടെ ഡിന്നർ. അടുത്ത ദിവസം രാവിലെ ഞാനും ഇക്കയും കൂടി ഒരു മോർണിംഗ് വാക്കിന് പോയിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് ഫോഗ് ഉണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. എല്ലാവരും വർക്കൗട്ടിനൊക്കെ ഇറങ്ങുന്നൊരു സമയമായിരുന്നു അത്. അവിടെ നമുക്ക് ഗാന്ധിജിയുടെ ഒരു പ്രതിമ കാണാനായിട്ട് പറ്റി. മക്കളൊക്കെ റൂമിൽ കിടന്നുറങ്ങുകയാണ്. ഇപ്പോൾ ഞാനും ഇക്കായും മാത്രമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഞങ്ങളൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് നേരെ റൂമിലേക്ക് തന്നെ തിരിച്ചു പോയി. ഇന്ന് നമ്മുടെ അൽമാത്തിയിലെ ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് ഈവനിങ് ആണ് നമ്മൾ തിരിച്ച് അബുദാബിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഗ്രീൻ ബസാർ കാണാൻ വേണ്ടിയിട്ടാണ്. ഉസ്ബെക്കിസ്ഥാനിലെ വ്ളോഗ് കണ്ടവർക്കറിയാം, അതിൽ ഞാൻ ചോർസു ബസാർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ ഒരു ബസാറാണ് ഇവിടുത്തെ ഗ്രീൻ ബസാർ. ഇവിടെയും കിട്ടാത്തതായിട്ടൊരു സാധനമില്ല. മീറ്റും വെജിറ്റബിൾസും ഫ്രൂട്ട്സും അതുപോലെ ഗിഫ്റ്റ്സും പിന്നെ തുണികളും എല്ലാ സംഭവങ്ങളും അവിടെ തന്നെ ഉണ്ട്. അവർ പറയുന്ന പ്രൈസ് കുറച്ച് കൂടുതലായിരിക്കും, നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. അങ്ങനെ ഗ്രീൻ ബസാറിലെ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിനി ലഞ്ച് കഴിക്കാനായിട്ട് പോവാണ്. ടാക്സി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. പക്ഷേ അൻസിൽ നമുക്ക് ടാക്സി വിട്ട് തന്നിട്ടുണ്ടായിരുന്നത് അവരുടെ ഹോസ്റ്റലിലേക്കായിരുന്നു. ഞങ്ങൾക്കൊരു സർപ്രൈസ് ആയിരുന്നു. അൻസിൻ്റെ ബ്രദറും കൂടി നമുക്ക് വേണ്ടിയിട്ട് അവരുടെ ഹോസ്റ്റലിൽ തന്നെയായിരുന്നു ലഞ്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഞങ്ങൾ നല്ല സർപ്രൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞങ്ങൾക്ക് അൻസിലിനെയും റാഷലിനെയും ഞങ്ങളുടെ ഫാമിലിയിലെ മെമ്പേഴ്സിനെ പോലെ തന്നെയാണ് തോന്നിയത്. അവർക്കും ഞങ്ങളോട് അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ലഞ്ചൊക്കെ അടിപൊളിയായിരുന്നു. ചിക്കൻ കറിയും നെയ്ച്ചോറും ഒക്കെ ആയിരുന്നു. ലഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മുടെ അൽമാത്തിയിലെ ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് ഈവനിങ് ആണ് തിരിച്ച് നമ്മൾ അബുദാബിയിലേക്ക് പോകുന്നത്.
എയർപോർട്ടൊക്കെ വളരെ ചെറിയ എയർപോർട്ടാണ്. അധികം സ്പേസും കാര്യങ്ങളും ഒന്നുമില്ല ഇരിക്കാനും ഒക്കെ വേണ്ടിയിട്ട്. നമ്മുടെ കസാഖിസ്ഥാൻ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും കസാഖിസ്ഥാനിലേക്ക് പോകാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അൻസിലിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അൻസിലിൻ്റെ കോൺടാക്റ്റ് നമ്പറും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ല നല്ല വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.